ഷാഫിയെ ആക്രമിച്ച് തോൽപ്പിക്കണമെന്ന ഒരു പ്രത്യേക വാശിയിൽ ലെഫ്റ്റിലെ യുവജന സംഘടനകളും പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഒട്ടും നിഷ്കളങ്ക ബുദ്ധിയോടെ എടുക്കില്ല. കാരണം അജിംസ് പറഞ്ഞ പോലെ ഷാഫി അവിടുത്തെ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. അയാൾ വടകരയിൽ മത്സരിക്കാൻ വന്നിറങ്ങുമ്പോൾ കിട്ടിയ വലിയ ഒരു റിസപ്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പം മുതൽ ഷാഫിയെ തോൽപ്പിക്കണമെന്ന വാശി ഇവർക്കുണ്ട്. അവിടെ ടീച്ചറാണ് മത്സരിക്കുന്നത്, അപ്പോൾ ആ മത്സരത്തിന് ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട്. ബട്ട് അയാൾ തന്നെ വിജയിച്ചു. അപ്പോൾ ആ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം നടന്നു നോക്കിയാൽ അതിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ. ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെന്ന് പറയുന്ന ആൾ CPIMൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് CPIMും CPIMൻ്റെ സർക്കാരും എല്ലാം അയാളെ സംരക്ഷിക്കുകയും ആ അന്വേഷണം കോടതി പോലും ഇടപെട്ടിട്ടും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രതി പാളയത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് അവർക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയും പരമാവധി ഷാഫിയെ വീഴ്ത്താൻ, ഷാഫിയെ വർഗീയവാദിയായി സ്ഥാപിക്കാൻ, ഷാഫിയെ ഒരു ജനസ്വീകാര്യത ഇല്ലാത്ത ആളാക്കി മുദ്രകുത്താൻ ലെഫ്റ്റ് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം ജനത്തിന് നന്നായി അറിയാം. അപ്പോൾ അവരുടെ ഒരു വൈരാഗ്യ ബുദ്ധി എന്തുമാത്രമാണ്, അവരുടെ രോഷം എന്തുമാത്രമാണെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ആളുകൾ ജെന്യുവിനായി പൂർണ്ണമായും ജെന്യൂനായി എടുക്കില്ല. ഒന്ന്, കാരണം വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം ഉണ്ടാക്കി അയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ. ഇവരുടെ വാശി അവസാനിച്ചിട്ടില്ല എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് ഈ സമരം കൂടി ജനം ഓർക്കണം. ജനമാണല്ലോ ഇതിനെല്ലാം മെറിറ്റിടുന്നത്, അത് ജനം മെറിറ്റെടുത്തില്ല. രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രിഡേറ്റർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷാഫി തുടർന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഷാഫി രാജിവെക്കണം, ഷാഫി സാഷ്ടാംഗം പ്രണമിക്കണം എന്നാവശ്യപ്പെടുന്നതിലെ ഇവരുടെ നേരത്തെ പറഞ്ഞ ഈ ഇരട്ടത്താപ്പും ജനം ചിന്തിക്കും. കാരണം എന്താണ്, അങ്ങനെയാണെങ്കിൽ P ശശി എന്ന് പറഞ്ഞ ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ. അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കസേരയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഏത് ആരോപണത്തിലാണ് പുറത്തു പോയത് എന്ന് നമുക്കറിയാം. പുറത്തുപോയ ആളുകൾ ഈ ഒരു കാലവും ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാത്ത ആളുകളുണ്ട്, നമുക്കറിയാലോ. എന്നേക്കുമായി പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ചവർ തിരിച്ചു വന്നപ്പോഴും ഏറ്റവും താഴെ തട്ടിലെ കമ്മിറ്റികളിൽ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവർ ഈ പാർട്ടിയിലുണ്ട്. പക്ഷേ ശശി അങ്ങനെയല്ല. ശശി അവിടെ നിന്ന് വന്നു, നേരെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു, അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ശശി ഏറ്റവും നന്നായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരാളാണ്, അല്ലാത്ത പരാതികളൊന്നും ഇങ്ങോട്ട് ഉന്നയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ. അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ പൊതുവിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ മാറ്റി നിർത്തേണ്ടുന്ന ആളാണെങ്കിൽ ആ ശശിയെ പിന്നെയും ആനയിച്ചു കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട കസേരയിൽ അവരോധിതനാക്കിയ ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളും അതിന് ഉത്തരം പറയണം. അങ്ങനെയാണെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് നിരന്തരമായി ഇത്തരം ഈ സബ്സ്റ്റാൻഡേർഡ് സംഗതിയിൽ എഴുതി വെച്ച കാർഡുകളുമായി സമരം ചെയ്യാം എന്ന നിലപാട് ഇവർക്കില്ലല്ലോ. അപ്പോൾ ജനം അതിനെ കാണുകയാണ്. ഒന്ന്, P ശശി എന്ന് പറഞ്ഞ ആൾ മുഖ്യമന്ത്രിയാൽ സംരക്ഷിതനായി പ്രധാനപ്പെട്ട കസേരയിൽ ആസനസ്ഥനായിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ഷാഫി പറമ്പിൽ മാത്രം നിരന്തരം ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന് കേരള കൗമുദി ദിനപത്രം ഒരു പടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സണ്ണി ജോസഫും ഇരിക്കുന്നു. മുകേഷ് വന്ന് മുഖ്യമന്ത്രിയെ വണങ്ങുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരിച്ച് സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പടത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വലിയ സമരം നടക്കുന്ന ഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സ്ത്രീപീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ മുന്നണിക്കകത്ത് MLA ആയിട്ട് ഇപ്പോഴും തുടരുന്നു. ഗുരുതരമായ ആരോപണം നേരിട്ടയാൾ ക്യാബിനറ്റിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നു. പിന്നെയും അദ്ദേഹത്തെ പോയതിനു ശേഷം രണ്ടാമതും മന്ത്രിയാക്കി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരുടെ ഈ സ്ത്രീ വിഷയ കാര്യത്തിലുള്ള ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ജനത്തിനുണ്ടല്ലോ. നമ്മൾ ജനത്തെ എപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം എന്ന് ധാരണ പാടില്ല. ജനത്തിന് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് എന്ത് നിങ്ങൾ നിർത്തേണ്ടിടത്ത് നിർത്തണം, എവിടേക്ക് നിങ്ങളത് എക്സീഡ് ചെയ്യണം, എങ്ങോട്ടേക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ജനത്തിനും ചില തീർപ്പുകളുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ വെടി യൂട്ടേൺ വരും. അത് നെറുകയിൽ കൊള്ളുന്നതാണ്. കാരണം അതായത് അവസാനിപ്പിക്കേണ്ടിടത്ത് ജനത്തിന് അതിനെക്കുറിച്ച് ധാരണ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്പഷ്ടമായിട്ടുള്ള ധാർമ്മിക നിലപാടുള്ളവരാണ്, നിങ്ങൾ അതിൻ്റെ അറ്റം കണ്ടേ അടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം അറ്റം കാണേണ്ട കുറേ കേസുകളുണ്ട്. നിങ്ങൾക്ക് ഒരു സമരവും ചെയ്യാതെ പരിഹരിക്കാൻ കഴിയും. P ശശിയുടെ കേസിൽ സമരമൊന്നും വേണ്ടല്ലോ, നിങ്ങൾ അങ്ങ് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താൽ മതി. മുകേഷിൻ്റെ കാര്യത്തിൽ സമരം വേണ്ടല്ലോ, ഡിസിഷൻ എടുത്താൽ മതി. വനം മന്ത്രിയുടെ കാര്യത്തിൽ സമരം വേണ്ടല്ലോ, ഡിസിഷൻ എടുത്താൽ മതി. അതിലൊക്കെ സ്വയമേവ ഡിസിഷൻ എടുക്കാൻ കഴിയുമായിരുന്ന ഒരു സംഘം അതെടുക്കാതെ ഷാഫിയെ തീരുമാനമാക്കാൻ നടക്കുന്നതിന് പിന്നിൽ ഷാഫിയോടുള്ള സ്ഥാപിത വിരോധം, വൈര്യനിര്യാതന ബുദ്ധി അതാണ് എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അത് ടീച്ചറെ തോൽപ്പിച്ചിട്ടുള്ള രോഷമാണ് സ്വാഭാവികം. കാരണം നമ്മൾ കണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹീറ്റഡ് പോരാട്ടം നടന്നത് വടകരയിലാണ്. അവിടെ ആര് ജയിക്കുമെന്നതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളാൽ മുഖരിതമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗം. പക്ഷേ ഫൈനലി ഇദ്ദേഹം ജയിച്ചത് 1,30,000 വോട്ടിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും വലിയ തോൽവി ഉണ്ടാക്കിയതിൻ്റെ ആഘാതം അവരെ വിട്ടുപോയില്ല. ചിലപ്പോൾ ടീച്ചർ മറന്നു കാണും കേട്ടോ. പക്ഷേ ടീച്ചറുടെ കൂടെ നിൽക്കുന്ന അന്ന് ഷാഫിക്കെതിരായിട്ട് പരമാവധിയിൽ പുകച്ചു തള്ളിയ ആൾക്കാർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും നോക്കൂ, ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഷാഫിയെ ഒരു സുഡാപ്പി, ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റ്
UDF-നെ ആകെ വർഗീയവൽക്കരിച്ച ഒരാളെന്ന നിലയ്ക്കുള്ള ചാപ്പയടിക്കാനുള്ള നൈസായിട്ട് ഗ്യാപ്പിലടിക്കാൻ നോക്കുകയാണത്. ഇത് സ്ത്രീവിരുദ്ധതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനകത്ത് അയാൾ വലിയ വർത്തമാനം പറഞ്ഞ് രാഹുലിനെ തള്ളിക്കളഞ്ഞില്ല എന്ന പോയിന്റ് അയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ കഴിയുള്ളൂ. പിന്നെ ആ പരാതി നേരത്തെ അറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തില്ല എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷെ അതിനിടയിലൂടെ ഷാഫിയുടെ പേര് വെച്ച് ഷാഫി ഒരു മുസ്ലിം വർഗീയവാദിയാണെന്നും അയാൾ UDF-നെ ആകെ മുസ്ലിം വർഗീയതയിലേക്ക് തള്ളിയിട്ടു എന്നും പറയാൻ ശ്രമിക്കുന്നു വലിയ ഉന്നതജാതരായ LDF-ന്റെ സിമ്പതൈസേഴ്സ്, CPIM-കാർ, CPIM-ന്റെ കൂടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ അതിനെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പറ്റുമല്ലോ. എന്തിൻ്റെ പേരിലൊക്കെയാണ് ഒരു ലീഡറെ ആക്രമിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ്, രാഷ്ട്രീയ താല്പര്യം എന്താണ്, വംശീയ താല്പര്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ജനത്തിന് നല്ല ധാരണയുണ്ട്. നല്ല ബോധ്യമുള്ള മനുഷ്യരല്ലേ രാഷ്ട്രീയം കാണുന്നതും ഷാഫിയെ കേൾക്കുന്നതും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നതും എല്ലാം നല്ല രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ആളുകളെ അങ്ങനെ മറിച്ച് കളയാം അവരുടെ കാഴ്ച എന്ന് വിചാരിക്കുന്നത്തെ പ്രശ്നമാണെന്ന് ഞാൻ പറയും. എനിക്ക് ഷാഫിയുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ കാര്യത്തിൽ എൻ്റെ വളരെ 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 ഷാർപ്പായ കമൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിന് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾ ഒരു വശത്ത് മാത്രമായി ധാർമ്മികതയും നീതിയും പഠിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങിയാൽ നിങ്ങൾ ബുദ്ധിമുട്ടി പോകും. അത് മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നിർത്തിയല്ലോ. ഇനിയിപ്പോൾ ഷാഫിയെ തെരുവിൽ ന്യായം പഠിപ്പിക്കാം എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. ഷാഫി അങ്ങനെ തിരിച്ചിറങ്ങി വന്ന് ഷോ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആരാധ്യനായ നിയമസഭാ സ്പീക്കർ എന്നിപ്പോൾ പറയുന്നത്. കാരണം ഇറങ്ങി വന്നത് എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഷാഫിയുടെ കാര്യത്തിൽ അവർക്ക് വേണം ഇനിയും ധാർമ്മിക ഓടിച്ചിട്ട് നടത്താവുന്നതാണ്. പക്ഷേ ആദ്യം അവരുടെ പൊസിഷൻ സെക്യൂർ ചെയ്യുക, അതിനുശേഷം അവർക്കത് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ മികച്ച മാർഗ്ഗങ്ങൾ അതിന് അവലംബിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു.